ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് റോസിന് കൊടുക്കുന്ന കെയറും അതുപോലെ തന്നെ കുറച്ച് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു റോസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ തന്നെ പറ്റും, ഓൾമോസ്റ്റ് ഇങ്ങനെ പച്ച കളർ കാണുന്നുണ്ട് തണ്ടുകൾക്കൊക്കെ, പക്ഷേ ഇലകളൊന്നും ഒട്ടും ഇല്ലതാനും. അപ്പോൾ അത് ഇങ്ങനെ ഒരു സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അതായത് പ്രൂൺ ചെയ്യുക. പിന്നെ ഇതൊരു ബഡഡ് റോസാണ്, അപ്പോൾ അതിൻ്റെ തൊട്ട താഴെന്ന് എക്സ്ട്രാസ് വരും. ഈ എക്സ്ട്രാസിനെ നമ്മൾ തീർച്ചയായിട്ടും കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ചെടീനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ആ ഗ്രോത്തിനെ നശിപ്പിക്കും കേട്ടോ. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക. കൂടാതെ നമുക്ക് ബ്രൗണും ബ്ലാക്കും ആയിട്ട് കാണുന്ന സ്റ്റെമ്മിനുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പം പിന്നെ നമുക്കറിയാം ഹാർഡ് പ്രൂണിങ്ങും അതുപോലെ തന്നെ സോഫ്റ്റ് പ്രൂണിംഗ് ഉണ്ട്. അപ്പം നമ്മൾ ചെടിക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഹെൽത്തി അല്ലാത്ത കമ്പുകൾ തീർച്ചയായിട്ടും കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇനിയിപ്പോൾ വല്ലാതെ കേടായി പോയിട്ടുണ്ടെങ്കിൽ നന്നായി ഡീപ്പായിട്ട് തന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം വേറൊരു ചെടിയാണ്, 3 വർഷം പഴക്കമുള്ളൊരു ചെടിയാണ്. അപ്പം നമുക്ക് നമ്മളെ വീഡിയോസിലൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ റീപോർട്ട് ചെയ്യാത്ത പക്ഷം ആണ് ഇതിപ്പോൾ ഇങ്ങനെ കെയർ കൊടുക്കാത്തതിനെ കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ആയിപ്പോയത്. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചേച്ച് കഴിഞ്ഞാൽ, അതായത് അതിനെ നോക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെടി ആവും. അതായത് ഏകദേശം ഒരു 3-4 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റീപോർട്ട് ചെയ്യുന്നത് വളരെ നിർബന്ധമുള്ളൊരു കാര്യമാണ്. ചട്ടി മാറ്റി പുതിയൊരു നല്ല മണ്ണ് അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെടി രക്ഷപ്പെടും. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ റോസിൻ്റെ കേസിലേക്ക് തന്നെ വരാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ സോഫ്റ്റ് പ്രൂണിങ്ങും ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മേൽമണ്ണ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ജൈവ വളങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അതിൽ ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടാതെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കൊരു പിടി ഇട്ടിട്ട് അതാണ് നമ്മൾ മേൽമണ്ണിൽ കൊടുക്കുന്നത്, മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് കൊടുത്താൽ മാത്രം പോരാ, നന്നായിട്ട് നനച്ച് കൊടുക്കുകയും വേണം. നല്ല വെയിൽ തന്നെ വെച്ചോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ചെടിയിൽ ഇലകളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങും. ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ തന്നെ, 4 ആഴ്ചയോട് കൂടിയിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇലകളൊക്കെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. കൂടാതെ നമുക്കിതിൽ പുല്ലുകളും വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ പുല്ലിനെ നമ്മൾ ഒരിക്കലും റിജക്റ്റ് ചെയ്യണം. റിജക്റ്റ് ചെയ്യരുതല്ല, നമ്മൾ അതിനെന്തായാലും തീർച്ചയായിട്ടും എടുത്ത് നുള്ളി മാറ്റണം. അല്ലെങ്കിൽ ആ ഒരു നമ്മൾ കൊടുത്ത വളമൊക്കെ ഈ പുല്ലുകളാണ് നന്നായിട്ട് അവർക്കാണ് വളർച്ച ഉണ്ടാവുക. അപ്പോൾ അതെന്തായാലും കൃത്യമായിട്ട് ഒഴിവാക്കുക. പിന്നെ ഇതൊക്കെ മുമ്പേ ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേജസ് നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്കത് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ ഘട്ടങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൽ നന്നായിട്ട് ഇലകൾ വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇങ്ങനൊരു സൊല്യൂഷൻ, MVR സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടൊരു സൊല്യൂഷൻ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിനെക്കൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഇത് ഞാൻ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 3 മൂടി ഒഴിച്ചു കൊടുക്കും. 3 മൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇലകളുടെ മേലെ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇതിലിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രേ ചെയ്തിട്ടുണ്ട്. അത് നല്ല രാവിലെയാണ് സ്പ്രേ ചെയ്യൽ, അല്ലെങ്കിൽ നല്ല വൈകിട്ട്. എപ്പോഴും നല്ല രാവിലെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പം നല്ലോണം അത് അതിലേക്ക് അബ്സോർബ് ചെയ്യും ഇലകളിലേക്കൊക്കെ. അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ല ആരോഗ്യത്തോടു കൂടി ചെടി ഹെൽത്തി ആയിട്ട് വളരുകയും കൂടാതെ നന്നായിട്ട് ബഡ്സും പൂക്കളൊക്കെ നമുക്ക് തരുകയും ചെയ്യും കേട്ടോ. അപ്പം ഇത് കണ്ടോ, ഇതിപ്പോൾ ഓരോരോ നമ്മൾ കട്ട് ചെയ്ത ഓരോരോ ഭാഗങ്ങളിൽ നിന്നും ശാഖകൾ വന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ നിങ്ങൾ പേടിക്കുകയും വേണ്ട. നിങ്ങൾ ചെടി വെറും ഇങ്ങനെ കമ്പുകൾ മാത്രമായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത് ആ പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചെടി നല്ല ഉഷാറായിട്ട് വരും. ഇത് അടുത്തൊരു ഘട്ടമാണ്. അതായത് ചെടി കുറച്ചുകൂടി, അതായത് ഞാൻ ഈ ഒരു സൊല്യൂഷനൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട്. വീക്ക്ലി ട്വൈസ് ഒക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ചെടി നല്ലോണം ഹെൽത്തി ആയിട്ട് ഗ്രോത്ത് വരികയും കൂടാതെ എല്ലാ കമ്പുകളിലും നന്നായിട്ട് ബഡ്സ് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പം നമ്മൾ നോർമൽ കേസിൽ വെറുതെ ഒരു വളം കൊടുത്തു അങ്ങനെ വിട്ടുകയാണെങ്കിൽ 1, 2, 3 പൂക്കളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, നമുക്ക് ഒരുപാട് പൂക്കൾ കാണാനായിരിക്കും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുക. അപ്പോൾ ഒരു കൊലയിൽ തന്നെ കൊല കുത്തി പൂക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെയാണ്. ഒരു കൊലയിൽ തന്നെ ഇഷ്ടം പോലെ ബഡ്സ്. അപ്പോൾ ആ ബഡ്സ് കംപ്ലീറ്റ് ആയിട്ട് പൂവ് വരും ചെയ്യണം, വിരിയും ചെയ്യണം. അതും ഒരു പ്രശ്നമാണ് ചിലവർക്ക് പൂക്കൾ വിരിയുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് ഉണ്ട്. ഇങ്ങനെ ബഡ്സൊക്കെ കംപ്ലീറ്റ് വന്നു, പക്ഷേ എൻ്റെ പൂക്കൾ വിരിയുന്നില്ല. അതും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വഴി റിക്കവർ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. കൂടെ നമുക്ക് ബേക്കിംഗ് സോഡ എക്സ്പെരിമെൻ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആദ്യം ഞാൻ ഈ ഒരു സൊല്യൂഷനെ പറ്റിയിട്ട് പറയുന്നത് വേണമെങ്കിൽ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് ഞാൻ ഒരുപാട് ചെടികൾക്ക് പരീക്ഷിക്കുന്ന ഒരു വീഡിയോ ആണ്. ഒരുപാട് എണ്ണത്തിന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ബഡ്സ് വരുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ചെടിക്ക് ചെയ്തപ്പോഴും നന്നായിട്ട്, ഇപ്പോൾ ഇത് ഏകദേശം ഒരു 4-5 വട്ടം എനിക്ക് പൂക്കൾ തന്നിട്ടുള്ള ഒരു ചെടിയാണ്. അപ്പോൾ ആദ്യം പൂക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഇലകളും കാര്യങ്ങളൊക്കെ പൂക്കൾ വന്നു കഴിഞ്ഞതിന് ശേഷം കൊഴിഞ്ഞൊക്കെ പോകും, ഒരു ഡോർമൻസിയിലേക്ക് എത്തും. ആ ഡോർമൻസിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചല്ലോ ആ ഒരു സംഭവം പ്രൂണിങ് ചെയ്തിട്ട് വളങ്ങൾ കൊടുക്കണം. ഇതിപ്പോൾ 3-ാമത്തെ ഒരു ഘട്ടമാണ്. അതായത് മൊട്ടുകളൊക്കെ വിരിയാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പ്രചോദനം ആകും. അതിനങ്ങനെ റിക്കവർ ചെയ്ത് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും വരും. പിന്നെ ഇതാണ് മെയിൻ കേട്ടോ, ഇത്രയേ ഉള്ളൂ. വളരെ കുഞ്ഞു സ്റ്റേജസ് ആണ്. അപ്പോൾ ആ ഒരു വല്ലാത്ത സ്കെലിട്ടൻ പോലെ നിൽക്കുന്ന ഒരു സ്റ്റേജിൽ നിന്നും ഇത്രയേറെ പൂക്കൾ നമുക്ക് വരുത്തിയെടുക്കാൻ പറ്റുന്നുള്ളത് 100% ഉറപ്പാണ്. മാത്രമല്ല നിങ്ങൾക്ക് തൊട്ട താഴെ ഒരു ചെടി കാണാൻ പറ്റും റോസിൻ്റെ. അപ്പോൾ അത് ഞാൻ വീഡിയോ അങ്ങനെ സൂം ചെയ്തിട്ടില്ല. എന്താ വെച്ചാൽ ഞാൻ ഈ ഒരു ചെടിക്ക് മാത്രമാണ് കോൺസെൻട്രേഷൻ കൊടുത്തത്. അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്കത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും ആ ഒരു
ഡിഫറൻസ് നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. അതിൽ ഒട്ടും തന്നെ ഇലകളില്ല. അതിൽ ഞാൻ പ്രത്യേകമായിട്ട് വളങ്ങളോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ നോക്കുന്ന ഒരു ചെടിയും നോക്കാത്തൊരു ചെടിയും തമ്മിലുള്ള ഡിഫറൻസ്. എത്രയേറെ പൂക്കൾ നമുക്ക് ഈ ചെടിക്ക് തരാൻ പറ്റും എന്നുള്ളൊരു സത്യമായിട്ടുള്ളൊരു ജെന്വൻ ആയിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്കിതിലിപ്പോൾ കാണാൻ പറ്റുന്നത്. കൂടാതെ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. അതായത് നല്ല വായവട്ടമുള്ള ചട്ടി സെലക്ട് ചെയ്യുക, നന്നായിട്ട് ഡ്രെയിനേജ് ഉണ്ടാകണം, നന്നായിട്ട് വെള്ളം വാർന്നു പോകണം. വളരെ അധികം ഹെവി ഫീഡേഴ്സാണ് ഈ ഒരു റോസ് എന്ന് പറഞ്ഞാൽ. കുഞ്ഞുങ്ങളെ പോലെ നോക്കും വേണം. അതായത് ഒരു സ്റ്റേജ്, ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇലകളും പൂക്കളൊക്കെ വന്നു കഴിഞ്ഞ് കൊഴിഞ്ഞ് കഴിഞ്ഞ ഒരു ഡോർമെൻസി സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളതിനെ പ്രൂൺ ചെയ്യുക. നമ്മൾ നേരത്തെ ആദ്യം കാണിച്ച ആ സ്റ്റേജസ് വളങ്ങളൊക്കെ കൊടുക്കുക, അത് നിർബന്ധമാണ്. എന്നാൽ നമുക്ക് നമ്മളെ ഗാർഡൻ വളരെയധികം മനോഹരമാക്കി മാറ്റാൻ പറ്റും. 1-2 മുട്ടുകൾ മാത്രമല്ലാതെ നിറയെ ഒരു ചെടിയിൽ തന്നെ ഇഷ്ടം പോലെ മുട്ടുകൾ നമുക്ക് വരുത്താൻ പറ്റും. കൂടാതെ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് ഇതിനെ മാറ്റുക. എന്നാൽ മാത്രമാണ് നല്ലോണം അത് ബഡ്സ് ഉണ്ടാക്കുക. കൂടാതെ നന്നായിട്ട് നനയും കൊടുക്കുക. ഈ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആവണം. അതായത് കൃത്യമായിട്ട് ചെയ്യണം. നല്ലതായിട്ട് ഇലകൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നന്നായിട്ട് ഇലകൾ വന്നതിന് ശേഷം ഇലകൾക്ക് നന്നായിട്ട് അതിന് വേണ്ട വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വിചാരിച്ച ആ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടും. പിന്നെ ഒരു 3-4 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ചെടി തന്നെ, അപ്പോൾ അത് ബഡ് ചെയ്തൊരു ചെടിയാണ്, നമ്മളിങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ അടിവളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് റീപ്പോർട്ട് ചെയ്യുക. അത് വളരെ ശ്രദ്ധിച്ചിട്ട് ചെടി മാറ്റി കഴിഞ്ഞാൽ വീണ്ടും കുറേ കാലത്തേക്ക് നമുക്ക് ചെടീനെ കൊണ്ട് നടക്കാൻ പറ്റുന്നുള്ളൊരു 100% ഉറപ്പാണ് കേട്ടോ ഞാൻ പറയുന്നത്. നേരെ മറിച്ച് കൊണ്ട് നടന്നിട്ടില്ലെങ്കിലോ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ട് പോവുകയും ചെയ്യും. പിന്നെ നഴ്സറിയിൽ നിന്നൊക്കെ നമ്മൾ റോസാ ചെടികൾ മേടിക്കും. നമ്മൾ ആ പൂക്കൾ കണ്ടിട്ടേക്കും ആദ്യം തന്നെ മേടിക്കുക. ആ പൂക്കൾ നല്ലോണം പൂക്കളുണ്ടല്ലോ എന്നുള്ള രീതിക്ക് നമ്മൾ ആദ്യം തന്നെ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗം, അതായത് അതിൻ്റെ അടിയത്തെ സ്റ്റെമ്മുകളോ അല്ലെങ്കിൽ ബഡ് ചെയ്ത പോർഷനിലോ ഒക്കെ ബ്രൗണിംഗ് ഒക്കെ കാണുകയാണെങ്കിൽ നമ്മൾ അതാണ് ആദ്യം നോക്കേണ്ടത്. അല്ലാതെ ചെടിയിൽ പൂക്കൾ ഉണ്ടോ എന്നല്ല നോക്കേണ്ടത്. ചെടിയിൽ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും പ്രൂണൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൂക്കൾ വരുത്താൻ പറ്റും. പക്ഷേ അതിൻ്റെ അടിഭാഗം അല്ലെങ്കിൽ ആ തണ്ടുകളൊക്കെ പച്ച കളറാണോ എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ ചെറിയ ചട്ടിയിൽ വെക്കരുത്. അപ്പോഴാണ് ഡ്രൈ ഒക്കെ ആയി പോവുക. പെട്ടെന്ന് തന്നെ മണ്ണ് ഡ്രൈ ആയി പോകും. അതിൽ വെള്ളം നിൽക്കാനുള്ളൊരു ഹോൾഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി അതിന് ഉണ്ടാവില്ല. അപ്പോഴൊക്കെയാണ് ഈ ഇലകളൊക്കെ ചുരുട്ടും കാര്യങ്ങളൊക്കെ വരിക, ആവശ്യത്തിനുള്ള വെള്ളവും അതിന് കിട്ടിയിട്ടില്ലെങ്കിൽ. പിന്നെ ഡ്രെയിനേജും പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ റൂട്ട് റോട്ട് സംഭവിക്കും. എന്താ വെച്ചാൽ റൂട്ട് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും എന്താണ് നമ്മളെ റോസിനെ നമുക്ക് നന്നായിട്ട് നോക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.